ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു, 93 പോയിന്റ്. സെൻസെക്സ് 180 പോയിന്റ്. പക്ഷേ ഇന്ന് വലിയ തോതിൽ വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. നിഫ്റ്റി അതിന്റെ ഡേ ഹൈയിൽ നിന്നും ഫോളി രേഖപ്പെടുത്തി നെഗറ്റീവിലേക്ക് പോയി. പിന്നീട് മാർക്കറ്റ് റിക്കവറി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത്. ഡിഫൻസ് സ്റ്റോക്കുകളിൽ ബൈങ് ശക്തമായിട്ട് നിലകൊണ്ടു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏറെ നാളുകൾക്ക് ശേഷം ഇന്ന് നല്ല രീതിയിലൊരു പെർഫോമൻസ് നടത്തി. HALന്റെയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന്റെയും റിസൾട്ട് ഉണ്ടായിരുന്നു. റിസൾട്ട് അത്ര നല്ല റിസൾട്ട് ആയിരുന്നില്ലെങ്കിൽ കൂടിയും സ്റ്റോക്കിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ കണ്ടില്ല. അതുപോലെ തന്നെയാണ് ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഒരു 14% ഒരു റാലി രേഖപ്പെടുത്തി. Q4 റിസൾട്ട് ബലവും കൂടാതെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയുടെ ഭാഗത്തുള്ള കമന്ററിയാണ് ഈ ഒരു ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സിനും പോസിറ്റീവായിട്ട് നിലകൊള്ളാനായിട്ട് പറ്റിയത്. ഇനി നിഫ്റ്റിയിൽ നിന്ന് പ്രധാനമായിട്ടും ടാറ്റ സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ്, ഹിൻഡൽകോ, സൊമാറ്റോ തുടങ്ങിയ കമ്പനീസ് നേട്ടം കൈവരിച്ചപ്പോൾ ഏഷ്യൻ പെയിന്റ്, സിപ്ല, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെറിയ തോതിൽ നമ്മൾ കണ്ടു. വലിയ തോതിലൊന്നും നിഫ്റ്റി 50യിലുള്ള കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടില്ല. ഓവറോൾ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് റിക്കവറി രേഖപ്പെടുത്തുന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി പ്രധാന ഒരു അപ്ഡേറ്റ് ഉള്ളത് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് അസോസിയേഷന്റെ ഭാഗത്തു നിന്നൊരു റിപ്പോർട്ട് വന്നു. 70 ലക്ഷം കോടി നമ്മളുടെ ടോട്ടൽ AUM, അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന്റെ എല്ലാം തന്നെ കൈവരിക്കാനായിട്ട് നമുക്ക് പറ്റി. കൂടാതെ തന്നെ 26,000 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തിൽ നമുക്ക് വന്നിട്ടുള്ള SIP ഇൻഫ്ലോ അതും പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഗോൾഡ്മാൻ സാക്ക് US അപ്ഗ്രേഡ് ചെയ്യുന്നു, ചൈനയുടെ GDP അപ്ഗ്രേഡ് ചെയ്യുന്നു, ഇന്ത്യനെ അപ്ഗ്രേഡ് ചെയ്യുന്നു, തലങ്ങും വിലങ്ങും അപ്ഗ്രേഡുകൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ട്രംപിന്റെ ഈ ഒരു ഇന്ത്യ പാക്ക് ആ ഒരു ബോർഡർ ടെൻഷൻ മാറ്റി നിർത്തിയാൽ അത് അത്ര ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയില്ല. മാർക്കറ്റ് ഒരു സ്വാഭാവികമായി നിഫ്റ്റി ഇടിയുന്നത് പോലെ തന്നെയാണ് ഇന്ത്യ പാക് ബോർഡറിന് നിഫ്റ്റി ഇടിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിൽ ഏറ്റവും നമുക്ക് റിയാക്ഷൻ കണ്ടത് ഈ ഒരു സമയത്ത്. പക്ഷെ ബോർഡർ ടെൻഷൻ മാറിയപ്പോൾ ഒരു സിംഗിൾ ഡേ 900 പോയിന്റിന്റെ റാലി ഉണ്ടായിരുന്നു. പക്ഷെ ഇടിഞ്ഞ സമയത്ത് ഈ ഒരു യുദ്ധം കാരണം ഒന്നും വലിയ തോതിലൊന്നും മാർക്കറ്റ് ഇടിഞ്ഞില്ല. പക്ഷെ യുദ്ധം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ 900 പോയിന്റ് കയറിയത് അൺയൂഷ്വൽ ആയിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും റിയാക്ട് ചെയ്യപ്പെട്ടത് ട്രംപിന്റെ താരിഫ് ഫിയറും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഈ ആത്യന്തികമായിട്ട് US വിജയിച്ച ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ US ഉൽപ്പന്നങ്ങൾ ലോകത്ത് എല്ലായിടത്തും ഇനി വില കുറയും. ഇന്ത്യയിൽ ഉൾപ്പെടെ വില കുറയും. ടെസ്ല ഇന്ത്യയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ഹാർലി ഡേവിഡ്സൺ ഉൾപ്പെടെ നമ്മൾ താരിഫ് കുറയ്ക്കും. ചൈന ആയിട്ട് ഡീൽ എന്ന് പറയുന്നത് സ്വാഭാവികമായ രീതിയിൽ US ഉൽപ്പന്നങ്ങൾ ചൈന അവിടെ താരിഫ് കുറച്ചിരിക്കും. UK ആയിട്ടുള്ള, അതായത് യൂറോപ്യൻ യൂണിയൻ ആയിട്ടുള്ള താരിഫ് ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ചൈന ആയിട്ടുള്ള ഡീലിനേക്കാളും കുറച്ചുകൂടി ടഫായിരിക്കും യൂറോപ്പ് ആയിട്ടുള്ള ഡീൽ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ അത് വന്നിട്ടില്ല. പക്ഷെ ഓവറോൾ US തന്നെയാണ് വിജയമുള്ളത്. മെയ്ക്ക് ഇൻ അമേരിക്ക പോലെയുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോംപ്ലക്സിറ്റി ഉള്ള അത്തരത്തിലുള്ള ഒരു വിജയപാത പെട്ടെന്ന് അമേരിക്കക്ക് വഴി തുറന്ന് തരാനായിട്ട് അത് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടിയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ലോകത്തിലെ എല്ലായിടത്തും താരിഫ് ഫിയറുകളൊന്നും തന്നെ ഇല്ലാതെ ഇന്ത്യയിൽ ഉൾപ്പെടെ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും എല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിൻ്റെ ഭാഗമെന്നോണം ഇന്ന് ട്രംപ് എല്ലാം തന്നെ സൗദി അറേബ്യയിൽ വിസിറ്റ് ചെയ്തിരുന്നു. $140 ബില്യൺ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കരാറൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റൊക്കെയാണ് സൗദി അറേബ്യ US നടത്താനായിട്ട് പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഈ സൗദി അറേബ്യക്ക് ഒരു മുൻഗണന കൊടുക്കണം എന്നുള്ള ഇതായിരിക്കണം ഇതിൻ്റെ പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട സൗദി അറേബ്യയുടെ ഒരു ആവശ്യം. എങ്കിലും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം തന്നെ US വരുന്നത് ഈ ഒരു താരിഫിൻ്റെ എല്ലാം തന്നെ കടുത്ത റെസ്ട്രിക്ഷൻ്റെ ഒരു ഫലമാണ്. ഈവൻ ഒരു $10 ട്രില്യൺ US മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയെങ്കിൽ പോലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ ട്രംപിൻ്റെ വരുതിയിൽ വന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഗ്ലോബലി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈവൻ കഴിഞ്ഞ വളരെ റീസെൻ്റായിട്ട് US നിന്ന് വന്ന ഇൻഫ്ലേഷൻ ഇതൊന്നും തന്നെ ബാധിക്കാതെ 2011 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ഇൻഫ്ലേഷനും US ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ എഫക്റ്റിന് ശേഷം ഈ റിസഷൻ സാധ്യതകളെല്ലാം തന്നെ എത്രത്തോളം ഉണ്ടാകും, അതെല്ലാം തന്നെ US എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് വരും നാളുകളിലെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബോർഡർ ടെൻഷൻസ് മാറി. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയറായി. ഇന്ത്യയുടെ താരിഫ് ക്ലിയറായി, ചൈനയുടെ താരിഫ് ഓൾറെഡി ക്ലിയറായി. അപ്പോൾ പൊതുവേ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്.
മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലേക്കൊക്കെ ആണ് ഇനി ഉള്ളത്. ഇനി അതല്ല FISന്റെ ഭാഗത്ത് നിന്ന് കനത്ത ബൈയിങ് ആണെങ്കിൽ നിഫ്റ്റിക്ക് ഇനിയും ഓൾ ടൈം ഹൈയിലേക്ക് ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഉള്ള സഞ്ചാരമാണോ അതോ FIS ഇനി സെല്ലേഴ്സ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും അത്ര പോസിറ്റിവിറ്റി ഇല്ല. ഇന്ത്യ വിക്സ് ഇന്ന് 6% ഫോളായി 17. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ് ആണ്. ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവിൽ അടച്ചു. കൊറിയ, ചൈന, ഓസ്ട്രേലിയ പോസിറ്റീവിൽ അടച്ചു. ഗോൾഡ് ഇന്ന് ഇടിഞ്ഞു $12. ബ്രന്റ് ഓയിൽ 65. ബിറ്റ്കോയിൻ 1,03,919 എന്ന നിലയിലാണ് ബിറ്റ്കോയിൻ്റെ നിൽപ്പ്. ബിറ്റ്കോയിനിലും പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും കാണുന്നില്ല. ഗോൾഡിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്വാഭാവികമായിട്ടും ഇക്വിറ്റി കയറുമ്പോൾ ഗോൾഡും ഇക്വിറ്റി മാർക്കറ്റും ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് പലപ്പോഴും ഉണ്ടാവാറ്. യുദ്ധം കാരണം മാർക്കറ്റുകൾ ഇടിയുമ്പോൾ ആളുകൾ ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഗോൾഡിനെ ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇക്വിറ്റി മാർക്കറ്റിലെ അൺസർട്ടനിറ്റി മാറുമ്പോൾ ആളുകൾ ഗോൾഡിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇക്വിറ്റിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സിനാരിയാണ് പൊതുവെ കാണുന്നത്. അപ്പോൾ അത് ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്. അപ്പോൾ ഈ മാസം 25 അതായത് 25-ാം തീയതി കൊച്ചിയിൽ വെച്ച് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മളൊരു SLന്റെ ഫീസിലാണ് നമ്മളൊരു കോഴ്സ് ഓഫ്ലൈൻ കണ്ടക്ട് ചെയ്യുന്നത് കൊച്ചിയിൽ. അപ്പോൾ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ക്ലാസ് പഠിക്കാം. ഇനി അതല്ല ഓൺലൈനും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനും പഠിക്കാം. ഫസ്റ്റ് കമന്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഭീകരമായ ഫീസൊന്നും കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പഠിക്കാം. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ITD സെമെന്റേഷൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്നു. 593 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. ITD സെമെന്റേഷനെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റ് അല്ല, ഇന്ന് സ്റ്റോക്ക് 11% ഗെയിൻ ചെയ്തു. ഇതിന്റെ കാരണം ജയ്പൂർ എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് 593 കോടി രൂപയുടെ കോൺട്രാക്ട് ITD സെമെന്റേഷന് കിട്ടി. അതിന്റെ ഭാഗം എന്നോണം സ്റ്റോക്ക് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു എന്നുള്ള ന്യൂസാണുള്ളത്. ശ്രീ സിമെന്റിന്റെ നെറ്റ് പ്രോഫിറ്റ് 16% ഇടിഞ്ഞ് 556 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനി 60 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ബർജർ പെയിന്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്നതായിട്ട് ഉള്ള ന്യൂസ് ഉണ്ട്. വി-ഗാർഡ് കൊച്ചി ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് വി-ഗാർഡ്, എല്ലാവർക്കും അറിയാം. നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്നു. കമ്പനി ₹1.50 ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. HBL എഞ്ചിനീയറിംഗ് കമ്പനി ഇവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത് കവച് സിസ്റ്റം 4.0 അപ്രൂവൽ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള ന്യൂസ്. സ്റ്റോക്ക് ഇന്ന് 6% റാലി രേഖപ്പെടുത്തി. TCS കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് മംഗോളിയയിലുള്ള ഒരു ബാങ്കായിട്ട് TCS ഒരു കരാറിൽ ഏർപ്പെട്ടു. TCS അവരുടെ AI സിസ്റ്റംസ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്ട് TCSന് കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ടാർടെക് കമ്പനിക്ക് ഇതിനെ സംബന്ധിച്ച് എയറോസ്പേസ് സെക്ടറിന്റെ ഭാഗത്ത് നിന്ന് 34 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഷർദ കോർപ്പ് കമ്പനി 143 കോടി രൂപയിൽ നിന്ന് 204 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കീസ്റ്റോൺ റിയാലിറ്റീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 2 മടങ്ങ് ഉയർന്ന് 67 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനി ₹1.50 ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. എഡൽവൈസ് കമ്പനി 170 കോടി രൂപയിൽ നിന്ന് 105 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. കമ്പനി ₹1.50 ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഹൈക്കൽ കമ്പനിന് ന്യൂസ് ഉള്ളത് നെറ്റ് പ്രോഫിറ്റ് 48% ഇയർ ഓൺ ഇയർ ഉയർന്ന് 34 കോടി രൂപയിൽ നിന്ന് 50 കോടി രൂപ കരസ്ഥമാക്കി. ഗ്രാഫൈറ്റ് ഇന്ത്യ കമ്പനി 16 കോടി രൂപയിൽ നിന്ന് 50 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. കമ്പനി 11 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. റെസ്പോൺസീവ് ഇൻഡസ്ട്രീസ് കമ്പനി 45 കോടി രൂപയിൽ നിന്ന് 54 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. റൈറ്റ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5% ഉയർന്ന് 132 കോടി രൂപ ഇവർ കരസ്ഥമാക്കി. കമ്പനി ₹2.65 നെറ്റ് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 8% സ്ലൈറ്റ്ലി സ്ലിപ്പായി 3,977 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. റവന്യൂ 7% സ്ലിപ്പായി. ഐഷർ മോട്ടോഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ഇയർ ഓൺ ഇയർ ക്വാർട്ടർ ടു ക്വാർട്ടർ അടിസ്ഥാനത്തിൽ 27% ഒരു വളർച്ച കൈവരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. നാളെ രാവിലെ 7 മണിക്ക് 7:30 നമ്മൾ പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്തും. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.